Alright, so what is going on guys? Welcome to JBox. എൻ്റെ ആദ്യത്തെ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഫ് കോഴ്സ് ഞാൻ നിങ്ങൾക്കൊരു വർക്കൗട്ട് പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് റെജിമെനോ ഒന്നും തരാൻ പോകുന്നില്ല. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് മാത്രമേ സംസാരിക്കാൻ പോകുന്നത്. ബേസിക് ഇൻ ദ സെൻസ് ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ് കരിയറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ് കൾച്ചറിൻ്റെ അകത്ത് എന്തൊക്കെ സ്പോർട്സാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് പേര് വിചാരിക്കുന്നത് ജിമ്മിൽ പോകുന്നത് ബോഡി ബിൽഡിങ്ങിന് വേണ്ടി മാത്രമാണെന്നാണ്. ഓഫ് കോഴ്സ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വേറെ ഉണ്ട്. ബട്ട് ഇതല്ലാണ്ട് ഒരുപാട് സ്പോർട്സ് ഇതിനകത്ത് സ്ട്രെങ്ത് സ്പോർട്സ് ഉണ്ട്. ബോഡി ബിൽഡിംഗ്, പവർ ലിഫ്റ്റിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, സ്ട്രോങ് മാൻ, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പോലും പല ആൾക്കാർക്കും അറിയില്ല. എൻ്റെ യൂട്യൂബ് വീഡിയോസ് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, താൻ ബോഡി ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണല്ലോ ഇടുന്നത് എന്ന്. ആക്ച്വലി ഞാൻ ബോഡി ബിൽഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒറ്റ വീഡിയോ പോലും ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. സോ ഇത്തരം സ്പോർട്സുകൾ എന്താണ് എന്നും എന്തൊക്കെ ആണ് ഇവരുടെ വ്യത്യാസം എന്നും നിങ്ങൾക്ക് റിവീൽ ചെയ്ത് ഇത്തരം കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ഇൻടു ഇറ്റ്. ഓഫ് കോഴ്സ് ഞാൻ ഇന്ന് മറ്റ് സ്ട്രെങ്ത് സ്പോർട്സിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട്. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ബോഡി ബിൽഡിംഗ് എന്താണെന്ന് കവർ ചെയ്യാം. മിക്ക ആൾക്കാർക്കും ബോഡി ബിൽഡിംഗ് എന്താണെന്ന് അറിയാം. നമ്മുടെ മസിൽ ഫൈബേഴ്സിൻ്റെ സൈസ് പ്രോപ്പർ വെയ്റ്റ് ട്രെയിനിങ്ങിലൂടെ ഒരുപാട് നല്ല ഡയറ്റിലൂടെ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ജഡ്ജസ് ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സൈസും ഇവരുടെ മസ്കുലാരിറ്റിയും ഇവരുടെ സിമെട്രിയാണ് നോക്കാൻ പോകുന്നത്. മാക്സിമം മസിൽസ് ഉള്ള ആൾക്കാരും മാക്സിമം കട്ടിങ്സും മാക്സിമം സിമെട്രിയും ഉള്ള ആൾക്കാരാണ് ഈ കോമ്പറ്റീഷനിൽ ജയിക്കാൻ പോകുന്നത്. ആൻഡ് ഇതിൽ കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ മോസ്റ്റ്ലി സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരുപാട് പോസസും കാര്യങ്ങളൊക്കെ ചെയ്യും. ബോഡി ബിൽഡിങ്ങിൽ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. മെൻസ് ഫിസിക്ക്, മെൻസ് ക്ലാസിക്, വിമൻസ് ഫിസിക്ക്, ഫിറ്റ്നസ്, ബീച്ച് ബോഡി ആൻഡ് ഈവൻ ചില ഫീമെയിൽസിന് ബിക്കിനി, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇവരുടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മറ്റ് സ്ട്രെങ്ത് സ്പോർട്സിനെക്കാളും വളരെ ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ് സത്യം. വളരെ മോഡറേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഇവരെടുത്ത് കുറച്ച് ഹൈ വോളിയം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ റെപ്സ് എടുത്തുകൊണ്ടാണ് ഇവർ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദി ടൈം ഇവരുടെ എക്സസൈസ് 6 തൊട്ട് 12 റെപ്സ് ഇൻവോൾവ് ചെയ്യും. ചില സമയത്ത് അത് 20 റെപ്സ് വരെ ആവും കേട്ടോ. ബിക്കോസ് ഇവർ കൂടുതൽ പോകുന്നത് ആ പമ്പിന് വേണ്ടിയിട്ടാണ്. അവരുടെ ആ ബ്ലഡ് ഫ്ലോ, ആ മസിൽ ഗ്രൂപ്പിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടും ഓരോ ചെറിയ മസിൽസിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ ഷേപ്പുമാണ് ഇവർ കൂടുതൽ കൺസേൺഡ് ആയിരിക്കുന്നത്. ചില ആൾക്കാർ വിചാരിക്കുന്നത് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള സ്പോർട്സ് ആണെന്നാണ്. ബട്ട് അങ്ങനെയല്ല. ഇവർക്ക് ഹൈ മസിൽ എൻഡ്യൂറൻസ് ഉണ്ട്. ആൻഡ് ഇവർ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഡ്രോപ്പ് സെറ്റ്സ്, സൂപ്പർ സെറ്റ്സ്, പോസ്റ്റ് റെപ്സ്, സ്ലോ റെപ്സ്, അങ്ങനെ ഒരുപാട് ഇൻറ്റൻസിറ്റി ടെക്നിക്സ് ഇവർ യൂസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഇവർ മോസ്റ്റ് ഓഫ് ദി ടൈം ഫെയിലിയർ വരെ ഇവരുടെ എക്സസൈസുകൾ ചെയ്യുന്നുണ്ടാവും. അതായത് അടുത്ത ഒരു റെപ്പ് എടുക്കാൻ പറ്റില്ല എന്നുള്ള റേഞ്ച് വരെ അവർ എക്സസൈസുകൾ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഈവൻ അത് ചെയ്തു കഴിഞ്ഞാലും അവർ ഇത്തരം ഡ്രോപ്പ് സെറ്റ്സും സൂപ്പർ സെറ്റ്സും ഒക്കെ യൂസ് ചെയ്യും. എന്നാൽ പോലും ഇവരുടെ ഓരോ എക്സസൈസുകളുടെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ 45 സെക്കൻഡ് തൊട്ട് ഈവൻ 1 മിനിറ്റ് 30 സെക്കൻഡ്സ് വരെ മാത്രമാണ്. ബാക്കിയുള്ള സ്ട്രെങ്ത് സ്പോർട്സുകളിൽ ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ സ്ട്രെങ്ത്താണ് പെർസ്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 തൊട്ട് 5 മിനിറ്റ് വരെ റെസ്റ്റ് എടുക്കാം എന്നുള്ളതാണ്. ആൻഡ് ഇവർ വളരെ ഹാർഷായിട്ട് ചിലപ്പോൾ ഡയറ്റ് ചെയ്യുന്നുണ്ടാവും. മേ ബി ലോ കാർബ് ഡയറ്റിലും കാർബ് ലോഡിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഇവർക്ക് മാക്സിമം ഇവരുടെ ഫാറ്റ് കുറച്ച് കിട്ടുകയും ഇവരുടെ ചിലപ്പോൾ 7%, 5% ഒക്കെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് വരെ ആക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ആൻഡ് ഇവർ വളരെ ലീനായിട്ട് ഇരിക്കേണ്ടി വരും ഈ കോമ്പറ്റീഷനൊക്കെ വരുന്ന സമയത്ത്. അത് കാരണം ബോഡി ബിൽഡിംഗ് കുറച്ച് ടഫായിട്ടുള്ളൊരു സ്പോർട്ട് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ആൻഡ് ഇത്തരം ട്രെയിനിങ്ങിലൂടെ ഇവർ മോസ്റ്റ് ഓഫ് ദി ടൈം ഹിറ്റ് ചെയ്യുന്ന ഇവരുടെ ടൈപ്പ് 1 മസിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ സ്ലോ ട്വിച്ച്ഡ് ആയിട്ടുള്ള മസിൽ ഫൈബേഴ്സിനെയാണ്. ചില സമയത്ത് ടൈപ്പ് 2A മസിൽ ഫൈബേഴ്സിനും ഹിറ്റ് ചെയ്യും. ആൻഡ് ഈ മസിൽ ഫൈബർ ടൈപ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ഇതിനെ പറ്റിയിട്ട് വേറെ ഒരു വീഡിയോ ഇൻഷാല്ലാ ഇടാം. ഇവരുടെ വർക്കൗട്ട് വോളിയം ഭയങ്കര ഹൈ ആയിക്കാരം. വോളിയം എന്ന് പറഞ്ഞാൽ റെപ്സും സെറ്റ്സും വെയ്റ്റും ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ടൈം ഇവരുടെ വർക്കൗട്ട് വോളിയം വളരെ കൂടുതലായിക്കാരം. ബാക്കിയുള്ള സ്ട്രെങ്ത് സ്പോർട്സിലുള്ള ആൾക്കാർക്ക് ഇത്ര വോളിയം ആവശ്യമില്ല. വോളിയമാണ് നമ്മുടെ ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ നമ്മുടെ മസിൽ ബിൽഡിങ്ങിനെ മെയിനായിട്ട് നയിക്കുന്ന ഒരു സംഭവം. നെക്സ്റ്റ് വൺ പവർ ലിഫ്റ്റിംഗ് ആണ്. പവർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 3 ലിഫ്റ്റുകളാണ്. ഈ 3 ലിഫ്റ്റ്സിലും മാക്സിമം വെയിറ്റ് വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഗോൾസ് എന്ന് പറയുന്നത്. ഈ 3 ലിഫ്റ്റ്സാണ് സ്ക്വാട്സ്, ബെഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ്. ഇവരുടെ മെയിൻ ഫോക്കസ് എന്താണെന്ന് പറഞ്ഞാൽ മാക്സിമം വെയിറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരൊറ്റ റെപ്പ് മാക്സിമം വെയിറ്റ് എടുക്കുക. ആൻഡ് ഈ 3 ലിഫ്റ്റുകൾക്കും ഇവർക്ക് 3 അറ്റംപ്റ്റ്സ് കിട്ടും. ഈ 3 അറ്റംപ്റ്റുകളിലും ഉള്ള മാക്സിമം വെയിറ്റുകൾ ടോട്ടൽ ചെയ്ത് കിട്ടുന്ന ആ റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ ആരാണോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ആ കോമ്പറ്റീഷൻ്റെ വിജയി എന്ന് പറയുന്നത്. സോ ഇവർ മാക്സിമം വെയിറ്റ് എടുക്കുക എന്നുള്ള കാര്യത്തിനോട് മാത്രമാണ് ഫോക്കസ്ഡ്. ആൻഡ് ഇവരിത് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഇവർ
ഇവർക്ക് ഫ്യൂവൽ വേണ്ടി വരും, ഇവർക്ക് കൂടുതൽ എനർജി വേണ്ടി വരും, ചിലപ്പോൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കേണ്ടി വരും. ഇവർ ബോഡി ബിൽഡേഴ്സിനെക്കാളും കുറച്ചും കൂടെ ബൾക്കി ആയിട്ടും ചില സമയത്ത് കുറച്ച് ഓവർ വെയ്റ്റ് ആയിട്ടും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നിയെന്ന് വരാം. സോ പവർ ലിഫ്റ്റിങ്ങും ബോഡി ബിൽഡിങ്ങും തമ്മിൽ വളരെ വളരെ വലിയ വ്യത്യാസമുണ്ട്. പവർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവർ വളരെയധികം സ്ട്രോങ് ആയിക്കാരം, ചിലപ്പോൾ അവർക്ക് കൂടുതൽ വെയിറ്റ് എടുത്തിട്ട് സ്ക്വാട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ബട്ട് നേരെ മറിച്ച് ബോഡി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് വെയിറ്റ് വെച്ചിട്ട് കൂടുതൽ റെപ്സ് എടുക്കാൻ പറ്റും, അവർക്ക് കൂടുതൽ വോളിയം ചെയ്യാൻ പറ്റും, അവർക്ക് മസിൽ എൻഡ്യൂറൻസ് കൂടുതലായിക്കാരം. ബട്ട് പവർ ലിഫ്റ്റേഴ്സിന് കൂടുതൽ മസിൽ സ്ട്രെങ്ത് ആയിക്കാരം ഉണ്ടാവുക. ഇവരുടെ ട്രെയിനിങ്ങിൽ മോസ്റ്റ് ഓഫ് ദി ടൈം ഫെയിലിയർ വരെ പോകില്ല എന്നുള്ളതാണ് കാര്യം. ഇവരുടെ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഇൻറ്റൻസിറ്റി അവർ സെറ്റ് ചെയ്തിട്ട് 1 to 6 റെപ്സ് മാത്രമേ എടുക്കുള്ളൂ. ആൻഡ് നേരത്തെ പറഞ്ഞ മാതിരി 3 to 5 മിനിറ്റ്സ് വരെ ഇവർക്ക് റെസ്റ്റ് എടുക്കാം എന്നുള്ളതാണ് കാര്യം. സോ മിക്കവാറും ഇവർ ഫെയിലിയർ വരെ പോകില്ല. ഇവരുടെ മെയിൻ ഫോക്കസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വെയിറ്റ് എടുത്തിട്ട് കറക്റ്റായിട്ടുള്ള ഫോമിൽ എല്ലാ ലിഫ്റ്റുകളും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ. അവരുടെ ലുക്സിലൊന്നും അവർ ഫോക്കസ്ഡ് അല്ല, അവരുടെ റിയർ ഡെൽറ്റോയിഡ്സിൻ്റെ സൈസോ അവരുടെ ബൈസെപ്സിൻ്റെ സൈസോ ഒന്നും അവർ കൺസേൺഡ് ആയിട്ടുള്ള കാര്യമല്ല. അവരുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ കൂടുതൽ വെയിറ്റ്സ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. സോ പവർ ലിഫ്റ്റേഴ്സ് കൂടുതൽ കമ്പൗണ്ട് ആയിട്ടുള്ള എക്സസൈസുകളായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ബോഡി ബിൽഡേഴ്സ് ചില കമ്പൗണ്ട് എക്സസൈസുകളും കൂടുതൽ ഐസൊലേഷൻ വർക്ക്സുമാണ് ചെയ്യുന്നുണ്ടാവുക. കമ്പൗണ്ട് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മസിൽ ഗ്രൂപ്പ്സിനെ ഒറ്റയടിക്ക് ഹിറ്റ് ചെയ്യുന്ന എക്സസൈസാണ് കമ്പൗണ്ട് എക്സസൈസ്. ഐസൊലേഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു സിംഗിൾ ജോയിൻറ്റിനെ മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്ന എക്സസൈസുകളാണ് ഐസൊലേഷൻ എക്സസൈസ്. ഫോർ എക്സാമ്പിൾ ബൈസെപ്സ് നമ്മുടെ ലാറ്ററൽ ഡെൽറ്റോയിഡ്സിനുള്ള ലാറ്ററൽ റേസസും ഒക്കെ ഐസൊലേഷൻ വർക്കാണ്. കമ്പൗണ്ട് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്വാട്സ്, ബെഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ്സ് ഒക്കെ കമ്പൗണ്ട് എക്സസൈസാണ്. നമ്മുടെ ഓവർ ഹെഡ് പ്രസ്, നമ്മുടെ ബെൻഡ് ഓവർ റോസ് ഒക്കെ കമ്പൗണ്ട് എക്സസൈസാണ്. കമ്പൗണ്ട് ആയിട്ടുള്ള എക്സസൈസുകൾ മാത്രമല്ല ചില ആക്സസറി എക്സസൈസുകളും ഇവർ ചെയ്യും. ഇവരുടെ മൊബിലിറ്റിയും ഇവരുടെ സ്പീഡും ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ചില ടൈമിൽ ഇവർക്ക് കൂടുതൽ ഡെപ്തിലും ഒക്കെ സ്ക്വാട്ടോ ബെഞ്ച് പ്രസ്സോ ഒക്കെ ചെയ്യേണ്ടി വരും. സോ അതിനനുസരിച്ചിട്ടുള്ള മൊബിലിറ്റി ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. സോ ഇവരുടെ മെയിൻ ഫോക്കസ് ഒരുപാട് മൊബിലിറ്റി, ഒരുപാട് സ്പീഡ്, അതേമാതിരിയുള്ള സ്ട്രെങ്ത്തും ഒക്കെ ഇവരുടെ ഫോക്കസാണ്. സോ പവർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന സ്പോർട്സിനെ ഗവൺ ചെയ്യുന്നത് IPF അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഗവേണിംഗ് ബോഡിയാണ്. അടുത്ത സ്ട്രെങ്ത് സ്പോർട്സ് ആണ് വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇവരും പലപ്പോഴും പവർ ലിഫ്റ്റേഴ്സിനെ പോലെയാണ്, പല കാര്യങ്ങളും പവർ ലിഫ്റ്റേഴ്സിനോട് സിമിലാരിറ്റി ഉണ്ട്. ബട്ട് ഇവരുടെ ലിഫ്റ്റ്സ് വളരെ ഡിഫറെൻ്റ് ആണ്. 2 ലിഫ്റ്റ്സാണ് ഇവർക്കുള്ളത്. ഒന്നാമത്തത് സ്നാച്ചും രണ്ടാമത്തത് ക്ലീൻ ആൻഡ് ജേർക്കുമാണ്. സോ ഇവർക്കും വളരെയധികം സ്പീഡ്, ഇവർക്ക് നല്ല മൊബിലിറ്റി, നല്ല സ്ട്രെങ്ത്ത്, നല്ല പവർ ഒക്കെ വേണ്ടി വരും. വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സ്ട്രെങ്ത്ത് ഇവർക്ക് വേണ്ടി വരും. ഈ 2 ലിഫ്റ്റുകളിലും അവർക്ക് 3 അറ്റംപ്റ്റ്സ് കിട്ടും. ഈ 3 അറ്റംപ്റ്റ്സിലും ഏറ്റവും കൂടുതൽ എടുക്കുന്ന വെയിറ്റുകളുടെ അഡീഷൻ ആണ് ഇവരുടെ ടോട്ടൽ സ്കോർ. ആൻഡ് ഈ ടോട്ടൽ സ്കോറിനെ ബേസ് ചെയ്തിട്ടേക്കാരം ഇവരുടെ ജഡ്ജസ് വിജയിയെ തീരുമാനിക്കുന്നത്. സോ വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന സ്പോർട്സിനെ ഗവൺ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ഗവർണിംഗ് ബോഡിയാണ്. അടുത്ത സ്പോർട്സാണ് സ്ട്രോങ് മാൻ. സ്ട്രോങ് മാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെങ്ത് സ്പോർട്സുമാണ്. അതേപോലെ ഇവരുടെ ജനറൽ ഫിറ്റ്നസ്സും കൂടെ ഇവർ ഇതിൽ ജഡ്ജ് ചെയ്യും. സ്ട്രോങ് മാനിൽ പവർ ലിഫ്റ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ലിഫ്റ്റുകളും ചെയ്യുന്നുണ്ടാവും. ബെഞ്ച് പ്രസ്, ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ടൊക്കെ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ബട്ട് അതർ ദാൻ ദാറ്റ് സ്ട്രോങ് മാനിൽ ഒരുപാട് ക്രേസി ആയിട്ടുള്ള ലിഫ്റ്റുകളും ഒരുപാട് ക്രേസി ആയിട്ടുള്ള കോമ്പറ്റീഷൻസും ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫാമേഴ്സ് ക്യാരി, യോക്ക് ക്യാരി, കെഗ് ത്രോ, കെഗ് കൊണ്ട് വാക്ക് ചെയ്യുക, അതേമാതിരി അറ്റ്ലസ് സ്റ്റോൺസ് പിക്ക് ചെയ്യുക, അറ്റ്ലസ് സ്റ്റോൺ ലോഡിങ്, അറ്റ്ലസ് സ്റ്റോൺ പിക്ക് ചെയ്തിട്ട് ഓടുക, അങ്ങനെയുള്ള ഒരുപാട് ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ. ഈവൻ കാർസ് വെച്ചിട്ട് ഡെഡ് ലിഫ്റ്റ് ചെയ്യുക, കയർ കൊണ്ട് ട്രക്സൊക്കെ വലിക്കുക, ഇതൊക്കെയാണ് സ്ട്രോങ് മാൻ ചെയ്യുന്ന ഒരുപാട് കോമ്പറ്റീഷൻസ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ബോഡി ബിൽഡർ ടൈപ്പ് ലുക്ക് തന്നെ ഉണ്ടാവില്ല. മോസ്റ്റ് ഓഫ് ദി ടൈം ഇവർ വളരെ കണ്ടു കഴിഞ്ഞാൽ ഒബീസായിട്ട് നമുക്ക് തോന്നാം. നമ്മുടെ WWE റെസ്ലറായിട്ടുള്ള മാർക്ക് ഹെൻറി ഒരിക്കൽ സ്ട്രോങ് മാൻ ആയിരുന്നു. സോ സ്ട്രോങ് മാനിൽ ഏറ്റവും വലിയ കോമ്പറ്റീഷൻസ് ഉള്ളത് അർണോൾഡ്സ് ക്ലാസിക്കും ദ വേൾഡ്സ് സ്ട്രോങ്ങസ്റ്റ് മാനുമാണ്. ആൻഡ് ഈവൻ സ്ട്രോങ് മാൻ ഒരുപാട് കമ്പൗണ്ട് ലിഫ്റ്റുകളും ഇത്തരം വളരെ വിയേർഡായിട്ടുള്ള എക്സസൈസുകളാണ് അവരുടെ വർക്കൗട്ട് റെജിമെൻറ്റിൽ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ഒരിക്കലും ലോകത്ത് കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്വിപ്മെൻറ്റ്സ് ആയിക്കാരം ഇവർ മോസ്റ്റ് ഓഫ് ദി ടൈം ഇവരുടെ ജിമ്മിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇവരുടെ ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്കൊരു ബേസിക് നോളജ് തരാൻ എന്തൊക്കെ സ്പോർട്സ് ഈ ഫിറ്റ്നസ് കൾച്ചറിൻ്റെ അകത്തുണ്ട്, ഈ ജിമ്മിങ് കൾച്ചറിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് മാത്രം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇത്തരം കൺഫ്യൂഷൻസ് ഒക്കെ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റായിട്ട് വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ജാഫർ സൈനിങ് ഔട്ട്.